ഇതാണ് ഞങ്ങളുടെ പൂത്തുറൈ യോഹന്നാൻ സ്നാപകന്റെ യഥാർത്ഥ ബലിപീഠം. ആ ദിവസങ്ങളിൽ ഞങ്ങൾ പള്ളിയിൽ കർത്താവായ യേശുവിന്റെ രൂപം സ്ഥാപിച്ചിരുന്നില്ല. യോഹന്നാന്റെ ചിത്രം ഞങ്ങളുടെ ബലിപീഠത്തിൽ സൂക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ 4 തലമുറയ്ക്ക് മുമ്പ് യോഹന്നാന്റെ തിരുനാളിന്റെ 10-ാം ദിവസം ക്രിസ്ത്യാനികൾ ഉപവസിക്കുകയും 16 അടി ആഴത്തിൽ 7 കുഴികൾ കുഴിക്കുകയും ചെയ്തു. ഉപവാസത്തിന്റെ 10-ാം ദിവസം അഗ്നിശമന സേനാംഗങ്ങൾ തീ കത്തിച്ചു. അങ്ങനെ അവർക്ക് തീ സംഭവിക്കില്ല. യോഹന്നാൻ സ്നാപകന്റെ തിരുനാളിനോടനുബന്ധിച്ച് ആ രാത്രിയിൽ പൂത്തുറയിൽ ഗുസ്തിയും നിരവധി വ്യായാമങ്ങളും നടന്നു. 1950-ൽ അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഇളവുകൾ നൽകാൻ പൂത്തുറയിലെത്തി. ആ ദിവസം പൂത്തുറയിൽ നിന്നുള്ള മിസ്റ്റർ അൽഫോൺസ് എന്ന വ്യക്തി അമേരിക്കയിൽ നിന്നുള്ള ആളുകളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. ജനങ്ങൾക്ക് നൽകിയ ഇളവുകൾ പൂത്തുറയിലെ ജനങ്ങൾ പള്ളിയുടെ തെക്കൻ ഭാഗത്തുള്ള ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു. ഇത് 1950-ൽ സ്ഥാപിതമായി. പൂത്തുറയിലെ ആദ്യത്തെ ലൈബ്രറി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കന്യാകുമാരിയിലെ ആദ്യത്തെ ലൈബ്രറി പൂത്തുറയാണ്. അത് സ്ഥാപിക്കപ്പെട്ടു. മാത്രമല്ല, കന്യാകുമാരിയിൽ സ്ഥാപിതമായ ആദ്യത്തെ വിവാഹ മണ്ഡപമാണ് പൂത്തുറൈ. എന്നോടൊപ്പം 1000 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കാം. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ സ്ഥലം 1000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്നു എന്ന് എന്നോട് പറയാമോ? പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ പറയും, എന്റെ സ്ഥലം പൂത്തുറൈ 1000 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്നുവെന്ന്. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ലോകം മുഴുവൻ അത് കാണാൻ കഴിയും. ഗൂഗിളിൽ പോയി പൂത്തുറൈ ചരിത്രം ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. മാത്രമല്ല, നമ്മുടെ പള്ളി ലിഖിതങ്ങൾ അവിടെയുണ്ട്. മാത്രമല്ല, പൂത്തുറയിൽ ജീവിച്ചിരുന്ന ഏറ്റവും മികച്ച വൈദ്യമരുവും 1000 വർഷത്തിലധികം മുമ്പ് ജീവിച്ചിരുന്ന വൈദ്യമരുവിന്റെ ശവകുടീരങ്ങൾ ഇപ്പോഴും പൂത്തുറയിലാണ്. അവർ അതിനെ വൈദ്യൻ എന്ന് വിളിക്കുന്നു. ഇന്ന് പൂത്തുറൈ എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അറിയില്ല. പക്ഷേ തൂത്തൂർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാം. 1600-ൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയായിരുന്നു തൂത്തൂർ. 1544-ന് ശേഷമാണ് അവരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. ഫ്രാൻസിസ് സേവ്യർ വന്ന് അവരെ മതപരിവർത്തനം ചെയ്തുവെന്ന് അവരുടെ ചരിത്രം പറയുന്നു. എന്നാൽ ഫ്രാൻസിസ് പൂത്തുറയിൽ വന്നപ്പോൾ ഇവിടെ ഒരു വലിയ അച്ചമരിനറ്റും ഏതവും പള്ളി ഉണ്ടായിരുന്നു. കേരളം ചരിത്ര പുസ്തകത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. ചില പട്ടണങ്ങളിൽ ഞങ്ങൾ ചട്ടമ്പിമാരാണെന്ന് പറയുകയും ഷർട്ട് തുറന്ന് നമ്മുടെ പട്ടണം ഇങ്ങനെയാണ്, ഈ പട്ടണം ഇങ്ങനെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അസംബന്ധം പറയുന്നവരും നമ്മുടെ പട്ടണം ഇങ്ങനെയാണ്, ഈ പട്ടണം ഇങ്ങനെയാണ്, നിങ്ങൾ വരുത്താമാറാന്നോ മനസ്സലയോ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവരുടെ പട്ടണം എപ്പോൾ രൂപപ്പെട്ടുവെന്ന് നിങ്ങൾ വരുത്താമാറാന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഓർമ്മിക്കുക, ഹിന്ദു സമൂഹവും ഹിന്ദു ക്ഷേത്രവുമില്ലാത്ത ഏതൊരു പട്ടണത്തിലും ആ പട്ടണം പഴയ പട്ടണം രൂപപ്പെട്ട ഒരു പട്ടണമാകാൻ കഴിയില്ല. അവരെ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് വേർപെടുത്തി ഒന്നിപ്പിക്കണം. തീർച്ചയായും ഹിന്ദുക്കളുടെയും ഛത്രങ്ങളില്ലാതെ. രാജ്യം വരുത്തന്മാരുടെ നാടാണ്. ദിനദന്തി സ്പിരിച്വാലിറ്റി മലർ 2003-ൽ പള്ളി ലിഖിതങ്ങളിലും ഗൂഗിളിലും ഒരേയൊരു പൂത്തുറൈ മാത്രമേയുള്ളൂവെന്ന് പരാമർശിക്കുന്നു. അത് 1000 വർഷങ്ങൾക്ക് മുമ്പ് വത്തിക്കാൻ സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരേയൊരു പൂത്തുറൈ വിശുദ്ധ സ്നാന യോവനാലയം പള്ളിയാണെന്ന് പരാമർശിക്കുന്നു. ഞാൻ ഇപ്പോഴും പൂത്തുറയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചരിത്രം ആഴക്കടലിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ അത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അത് അവസാനിപ്പിക്കും. പക്ഷേ ഇന്നും പൂത്തുറയിൽ 8 ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ പൂത്തുറൈ പട്ടണം എപ്പോഴാണ് സ്ഥാപിതമായത്? അത് പ്രത്യക്ഷപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാം. 14 വർഷം മുമ്പ് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉത്സവത്തിന്റെ 900-ാം വാർഷികം ആഘോഷിച്ചു. ചരിത്രരേഖകൾ അന്വേഷിക്കുകയോ നോക്കുകയോ ചെയ്യാതെ ബിഷപ്പുമാർ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉത്സവം ആഘോഷിക്കുമായിരുന്നുവെന്ന് നിങ്ങൾ കരുതിയോ? മാത്രമല്ല, പ്രിയപ്പെട്ട ഹിന്ദു സമൂഹ നേതാവേ, 14 വർഷം മുമ്പ് ഞങ്ങൾ ഉത്സവ സമാഗമത്തിന്റെ 900-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ അവർ ആശംസാ കാർഡിൽ എഴുതി ഞങ്ങൾക്ക് തന്നു. നമ്മുടെ പൂത്തുറൈ ക്രിസ്തുമതം പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര വർഷമായി എന്ന് അവർക്കറിയില്ലേ?
കാരണം ക്രിസ്തുവിന്റെ മരണശേഷം മാത്രമാണ് ക്രിസ്തുമതം പ്രത്യക്ഷപ്പെട്ടത്. അതിനു മുമ്പും ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. സ്വയം ചിന്തിക്കുക, 1000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ചിത്രം കടലിൽ നിന്ന് നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ പൂത്തുറൈ കടൽ തീരത്ത് എത്തി. ആ യോഹന്നാൻ സ്നാപകന്റെ ചിത്രം ഇന്ത്യയിൽ എവിടെയും കാണാൻ കഴിയില്ല, ഇന്ത്യയിലെ പൂത്തുറയിൽ മാത്രം. അത് അങ്ങനെ തന്നെ.